എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കുന്നത് നീട്ടിക്കൊണ്ടുപോകുന്നതിൽ പ്രതിഷേധിച്ച് അതിരൂപത ആസ്ഥാനത്ത് സഭാനുകൂല വിശ്വാസികൾ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയെ തടഞ്ഞുവച്ചു. സഭയെ അനുകൂലിക്കുന്ന വൈദികരടങ്ങുന്ന കൂരിയ പിരിച്ചുവിടാനും ഏകീകൃത കുർബാന നീട്ടിക്കൊണ്ടുപോകാനും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ശ്രമിക്കുന്നുവെന്ന് പരാതിപ്പെട്ടാണ് സഭാനുകൂലികൾ മാർ പാംബ്ലാനിയെ തടഞ്ഞത്. തങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി ആവശ്യപ്പെട്ടാണ് വിശ്വാസികൾ പാംബ്ലാനി പിതാവിനെ തടഞ്ഞത്. നിങ്ങൾ സഭയോട് ചേർന്ന് നിൽക്കുന്നവരെന്ന നിലയിൽ നിങ്ങൾ പറഞ്ഞ വികാരങ്ങളെല്ലാം ഞാൻ മാനിക്കുന്നു. എനിക്ക് അതിനകത്ത് നിങ്ങളുടെ ഈ ഹൃദയ വിചാരങ്ങളും വികാരങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പൊതുവികാരങ്ങൾ തന്നെയാണ്. ഞങ്ങൾ എത്രയോ വട്ടം ആവർത്തിച്ച് പറഞ്ഞതാണ്, എറണാകുളം അങ്കമാലി അതിരൂപതയിലും സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാന നടപ്പിലാക്കുക എന്നുള്ളതാണ് സിനഡിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം. ആ തീരുമാനത്തിൽ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതും സിനഡ് തീരുമാനമെടുത്തതും അതുപോലെ ഓറിയന്റൽ കോൺഗ്രിഗേഷൻ അംഗീകരിച്ചതുമായ തീരുമാനത്തിന് ഈ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉൾപ്പെടെ യാതൊരു മാറ്റവുമില്ല എന്നുള്ളതാണ് സിനഡിന്റെ എക്കാലത്തെയും സുചിന്തിതമായ നിലപാട്. ഞാൻ ഇരുപക്ഷത്തെയും ആത്മാർത്ഥതയോടെ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സഭയോടൊപ്പം നിൽക്കുന്നവരോടാണ് ഞാൻ കൂടുതൽ സമയം എന്റെ മനസാക്ഷിയിൽ അങ്ങനെയാണ്. ഇനി നിങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ട് ക്രിയാത്മകമായ ഒരു നടപടിയിൽ എത്താൻ പറ്റാത്തതിന്റെ കാരണം ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിരുന്നു, നിങ്ങൾ പലതായി ചിതറിക്കിടക്കും. രണ്ടാമത്തെ കാര്യം, ഇത് പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളത് കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 4 വർഷങ്ങളിലെ നമ്മുടെ പരിശ്രമങ്ങൾ ലക്ഷ്യത്തിലെത്താതെ വരുമ്പോൾ നമ്മൾ സഭയുടെ ഉന്നത അധികാരികളുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഇതെങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതിന്റെ കർമ്മപദ്ധതികൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ മാത്രം വ്യക്തിപരമായി ചെയ്തതല്ല. ഞങ്ങൾ ഈ കാര്യങ്ങള് പൊന്തിഫിക്കൽ ഡെലഗേറ്റ് സിറിൽ വാസിൽ പിതാവുമായി സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെ പ്രീഫെക്റ്റും അതുപോലെ തന്നെ മറ്റാളുകളും പെർമനന്റ് സിനഡ് ഒരുമിച്ചിരുന്ന് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ചകളുടെ എല്ലാം വെളിച്ചത്തിൽ ഞങ്ങൾ പെർമനന്റ് സിനഡിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. ആ ധാരണയിലെത്തിയ കാര്യങ്ങളാണ് അതെങ്ങനെ പ്രായോഗികമാക്കാൻ പറ്റുമെന്ന് വിവിധ തലങ്ങളിൽ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾ ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ തീർച്ചയായും ഞങ്ങൾക്ക് വളരെ വാലിഡായ നിർദ്ദേശങ്ങളാണ്. നമുക്കത് ഏത് രീതിയിൽ ഈ കർമ്മപദ്ധതിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യും. ഇവർ പ്രതിഷേധം അറിയിച്ച് ശക്തമായ ഭാഷയിൽ സംസാരിച്ചെങ്കിലും അക്രമാസക്തരായില്ല. അരമണിക്കൂറിലേറെ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ പോലീസ് സഹായത്തോടെയാണ് പിതാവ് മുറിയിൽ പ്രവേശിച്ചത്. മാർ പാംബ്ലാനിക്കെതിരെ സിനഡ് പിൻവലിക്കും വരെ സമരം തുടരുമെന്ന് സഭാനുകൂലികൾ പറഞ്ഞു. സീറോ മലബാർ സഭയുടെ സിനഡ് നിർദ്ദേശിച്ച വിശുദ്ധ കുർബാന അർപ്പണ രീതിക്ക് എതിരെ മാർ പാംബ്ലാനി പ്രവർത്തിച്ചുവെന്ന് ഇവർ പറഞ്ഞു. എപ്പോഴാവണമെന്നറിയില്ല, കുർബാന കണ്ടേ പറ്റൂ. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലെന്ന് മാത്രമല്ല, ഈ കൂറിയനെ മാറ്റിയ നടക്കത്തില്ല. ഒത്തിരി തീരുമാനങ്ങൾ മാറ്റി പിതാവ് വന്നത് തന്നെ ഏറ്റവും വലിയ മണ്ഡലത്തിൽ അപ്ലാവ് ചെയ്തോ. പിതാവ് ഈ സമവായം ഉണ്ടാക്കിയതും വലിയ മണ്ഡലത്തിലാണ്. എറണാകുളം ബസിലിക്ക, തൃപ്പൂണിത്തുറ ഫൊറോന പള്ളി, പാലാരിവട്ടം മാർട്ടിൻ ഡി പോറസ് പള്ളി, മാതാനഗർ വേളാങ്കണ്ണി മാതാ പള്ളി എന്നീ 4 പള്ളികളിൽ നിന്നും നീക്കം ചെയ്ത വിമത വൈദികരെ മാർ പാംബ്ലാനി സംരക്ഷിക്കുകയാണെന്ന് വിശ്വാസികൾ ചൂണ്ടിക്കാട്ടി. യഥാർത്ഥ വിശ്വാസികളോട് മാർ പാംബ്ലാനി അപമര്യാദയായി പെരുമാറിയതിനാൽ മാർ പാംബ്ലാനിയെ എറണാകുളം അരമനയിൽ നിന്നും നീക്കണമെന്നും വിശ്വാസികൾ ആവശ്യപ്പെട്ടു. സഭയുടെ വിശുദ്ധ കുർബാന മാത്രം നടപ്പിലാകുകയുള്ളൂ എന്ന് അറിയിക്കുകയും നിലവിൽ ശക്തമായ സഭയുടെ ഒപ്പം നിലപാട് സ്വീകരിക്കുന്ന കൂരിയ നിലനിർത്തുമെന്ന് അറിയിക്കും വരെ ഉപവാസ സമരം തുടരുമെന്ന് സഭാനുകൂല നേതാക്കൾ അറിയിച്ചു.